ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജനുവരി 20 മകരച്ചൊവ്വ. നവഗ്രഹങ്ങളിൽ ഒന്നായ ചൊവ്വ ഏറ്റവും ബലവാനാകുന്ന രാശിയാണ് മകരം. മകരം രാശിയാണ് ചൊവ്വയുടെ ഉച്ചരാശി. എല്ലാ മാസത്തിലെയും ആദ്യത്തെ ചൊവ്വ മുപ്പെട്ട് ചൊവ്വ എന്നാണ് അറിയപ്പെടുക. മകരമാസത്തിലായതുകൊണ്ട് മകരച്ചൊവ്വ എന്ന് പറയുന്നു. ചൊവ്വയുടെ അതിദേവതകൾ സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയുമാണ്. മകരം യുഗ്മരാശിയായതിനാൽ ഭദ്രകാളി പ്രീതികരമാണ്. ഈ ദിനത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റും നടത്താറുണ്ട്. സാധിക്കുന്നവർ അന്നേ ദിവസം വ്രതശുദ്ധിയോടെ ക്ഷേത്രദർശനം നടത്തി യഥാശക്തി വഴിപാട് നടത്തുക. സാധിക്കാത്തവർ ഗൃഹത്തിൽ ശുദ്ധി വരുത്തി വിളക്ക് കൊളുത്തി ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കാം, ലളിതാ സഹസ്രനാമം ജപിക്കാം, ഭദ്രകാളി 10 ജപിക്കാം. അങ്ങനെ ധാരാളം സ്തോത്രങ്ങളുണ്ട്, ഒക്കെ ജപിക്കാവുന്നതാണ്. സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്ന മംഗളസ്വരൂപിണിയാണ് ഭദ്രകാളി. അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനാണ് ഭദ്രകാളി അവതരിച്ചത്. സർവചരാചരങ്ങളുടെയും മാതാവായ ദേവി തന്നെയാണ് ഭദ്രകാളി. നമുക്ക് ശ്രീ ഭദ്രകാളിയുടെ ഒരു ധ്യാന ശ്ലോകം ജപിക്കാം. കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലധാരികശിരഃ കൃത്വാ കരാഗ്രേഷു ച ഭൂതപ്രേതപിശാചമാതൃസഹിതാം മുണ്ഡസ്രജാലം കൃതാം വന്ദേ ദുഷ്ടമസൂരികാതിവിപദാം സംഹാരിണീമീശ്വരീം. എല്ലാവർക്കും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.